ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെൽക്കം ടു ചിന്നസ് ടെലിവിഷൻ. ഓൺ ദ വേ. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിങ് കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ നടത്തി കൊണ്ടുപോകാനായിട്ട് എന്നെ സഹായിക്കുന്ന ചില വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തമിഴ്നയിൽ കണ്ടവർക്ക് മനസ്സിലാവും ആരെയൊക്കെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, ഒരിക്കൽ കൂടി പാദം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയുടെ മെയിൻ പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. സോ നമ്മുടെ ആദ്യത്തെ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ക്യാമറ എക്യുപ്മെൻ്റ് തന്നെയാണ്, നമ്മുടെ ഫോൺ തന്നെ. സോ ഇപ്പോൾ ഈ ഫോണിലാണ് ഞാൻ ഈയിടെയായിട്ട് മിക്കപ്പോഴും വീഡിയോസൊക്കെ ചാനലിന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ പഴയ ടച്ച് ഫോണിലാണ്. പഴയ ടച്ച് ഫോണിൽ നിന്നാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ പുതിയ ഫോൺ വഴി ഇപ്പോൾ അത് മാറ്റിയെടുത്തു എന്നൊക്കെ ഉള്ളു. അപ്പം കേസ് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ വീഡിയോ ക്ലാരിറ്റിയിൽ ചിലപ്പോൾ വലിയ വ്യത്യാസം വരാമെന്നൊക്കെ ഉള്ളൂ. അല്ലാത്ത കണ്ടീഷനിൽ വീഡിയോ എടുക്കുന്നതിൽ വലിയ വ്യത്യാസം ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ സംഗതി ഇപ്പോൾ പുതിയ ഫോൺ മേടിക്കാനും കാരണം വെച്ചാൽ, ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ ആക്ച്വലി കോവിഡ് സമയത്തിന് ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ജസ്റ്റ് മേടിച്ചൊരു ചുമ്മാ മേടിച്ചതായിരുന്നു. പിന്നീട് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ കോളേജിന്റെ കേസിനൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും ഈ ഫോൺ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി. കാരണം കമ്പാരിറ്റീവ്ലി സ്റ്റോറേജും റാമും ഒക്കെ കുറവൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു കോളേജ് സിറ്റുവേഷൻസിനനുസരിച്ച്. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഉതകുന്ന രീതിയിൽ സ്റ്റോറേജും റാമും അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു ഫോൺ തന്നെ മേടിച്ചു. ക്യാമറ ഒക്കെ ആണെങ്കിലും ഈ ഫോണിനൊക്കെ അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ അത്യാവശ്യം കൂടുതലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഈ ഫോൺ ചുമ്മാ വെച്ചിരിക്കുകയല്ല, ഇപ്പം ബാക്കപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും കേസിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കേസിനൊക്കെ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്യുപ്മെന്റ് നമ്മുടെ ഫോൺ തന്നെ. സോ ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്ന വീഡിയോ ക്ലിപ്പിംഗ്സ് എല്ലാം ഇപ്പോൾ ഈ ഫോണിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഇതിപ്പോൾ അഡീഷണൽ കേസ് ആയിട്ട് ഇപ്പോഴും ഈ ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത എക്യുപ്മെൻറ്റ് നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ്. ഒരു സെക്കൻഡ്. സോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റേബിളായിട്ടുള്ള ഫോട്ടോസും മറ്റൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ മൊബൈൽ സ്റ്റാൻഡാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഇപ്പോൾ ഈ ഫോണും ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ സ്റ്റിക്കിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ക്ലിപ്പ് ഈ രീതിയിലൊക്കെ എടുക്കാൻ കാരണം. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസത്തോളമൊക്കെ ആയതേ ഉള്ളൂ. കറക്റ്റായിട്ടപ്പോഴേ മേടിച്ചെന്ന് ഓർമ്മയില്ല. ഏപ്രിലോ മെയിലോ ആണെന്ന് തോന്നുന്നു. മെയിലാവാനാണ് ചാൻസ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഇതിന് മുമ്പേ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ വരുന്നില്ല, സാധാരണ ഒരു മൊബൈൽ സ്റ്റാൻഡായിരുന്നു. ജസ്റ്റ് വീഡിയോസൊക്കെ ആയിരുന്നു ചുമ്മാ ഇരുന്ന് കാണാൻ വേണ്ടിയുള്ള മൊബൈൽ സ്റ്റാൻഡൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റാൻഡിൻ്റെ പോരായ്മ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ മറ്റേ ഫോണിൽ ആ സ്റ്റാൻഡിനാണെ തന്നെ വലിയ ഇപ്പോൾ വലിയ പൊക്കത്തിലൊക്കെ ഇരുന്ന് വേണ്ട ഫുൾ ഇമേജൊക്കെ നമുക്ക് തനിയെ എടുക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടിയുടെ ഡപ്പിയുടെ ഒക്കെ പുറത്ത് ആ സ്റ്റാൻഡ് വെച്ചിട്ടായിരുന്നു എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളതൊക്കെ കൈകാര്യം ചെയ്ത് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഒരു സന്ദർഭത്തിൽ അതങ്ങ് താഴെ വീണൊരിക്കൽ പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു മൊബൈൽ സ്റ്റാൻഡ് മേടിക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഓൺലൈൻ വഴി വരുത്തിച്ച സാധനമാണ് ഇതിപ്പോൾ. നമുക്ക് ചുമ്മാ മൊബൈൽ സ്റ്റാൻഡ് മാത്രമായിട്ടല്ല, നമുക്ക് വേണമെങ്കിൽ സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. ഏകദേശം ഒരു മീറ്ററോളം നമുക്ക് ഏകദേശം ഒരു 90 സെൻറ്റിമീറ്ററോളം നമുക്ക് അതങ്ങ് വലിച്ച് നീട്ടി വെക്കാം. കൂടെ നമുക്ക് സ്റ്റാൻഡ് മാത്രമായിട്ടല്ല സെൽഫി സ്റ്റിക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. കണ്ടോ, മെയിൻലി നമുക്ക് വ്ളോഗിങ്ങിൻ്റെ കേസിനൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടൊക്കെ വരുന്നൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ
ഇതിൻ്റെ കൂട്ടത്തിലുള്ളൊരു റിമോട്ടാണ്. ഇതിപ്പോൾ ബ്ലൂടൂത്ത് വഴി മൊബൈലിലെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് സാധാരണ വ്ളോഗിങ് ചെയ്യുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഊരിയെടുത്തിട്ട് നമുക്ക് അകലെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ഇതിൽ വെച്ചിട്ട് സ്റ്റാൻഡ് ഫോണിൽ ഘടിപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ഘടിപ്പിച്ചിട്ട് നമുക്കിങ്ങനെ അകലെ നിന്നിട്ട് നമുക്കിങ്ങനെ റിമോട്ട് കാണാത്ത തരത്തിൽ കൈയൊക്കെ മറച്ച് പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ വല്ലതും ചെയ്യാം. അങ്ങനെ മൾട്ടിപർപ്പസ് യൂസ്ഫുള്ളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് പുതിയൊരു നല്ലൊരു മാറ്റത്തിന് ഇതിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.